യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, ദൈവം മനുഷ്യനെ പൂഴിയിൽ നിന്ന് രൂപപ്പെടുത്തി അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം നിശ്വസിച്ചു എന്നാണ്. ഊതുകയാണ് ദൈവം ചെയ്തത്. അതിലൂടെ അവൻ ജീവൻ പ്രാപിച്ചു, ആത്മാവിനാൽ നിറഞ്ഞു. ഇന്നത്തെ വചനത്തിൽ നാം വായിക്കുന്നത്, ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. കൂദാശകൾ നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ ഊതൽ, നിശ്വാസമാണ് നടക്കുന്നത്. അതിലൂടെ നമ്മൾ ആത്മാവിനാൽ നിറയുന്നു. ആത്മാവ് യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിനോട് ചേർന്ന് ജീവിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് പോരാ എന്നുള്ളതാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഉന്നതത്തിൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കണം, പ്രാർത്ഥിച്ചൊരുങ്ങണം. പന്തക്കുസ്ത നാളിൽ അതാണ് സംഭവിച്ചത്. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ശക്തിയോടെ എഴുന്നള്ളി വന്നത് ഊതലായിട്ടല്ല, കൊടുങ്കാറ്റായിട്ട്, ശക്തമായ കാറ്റായിട്ടാണ്. എന്നിട്ട് ശിഷ്യന്മാരുടെ മേൽ തീനാവുള്ള രൂപത്തിൽ അവിടെ നിന്ന് എഴുന്നള്ളി വന്നു. നമ്മളിലേക്ക് ഈ ഒരു കാറ്റ് വരണം, കൊടുങ്കാറ്റടിക്കണം. പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ നമ്മളിൽ കത്തിപ്പടരണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സാക്ഷികളായ, രക്തസാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. പരിപൂർണമായിട്ടും ഈശോയ്ക്ക് വേണ്ടിയുള്ളൊരു ജീവിതമായി നമ്മുടെ ജീവിതം മാറും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.